വ്യക്തമായ മനസ്സ് വളർത്താൻ ശ്രീബുദ്ധന്റെ 10 രഹസ്യങ്ങളിൽ ഒന്നാമത്തേതാണ് അധിക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും. അധിക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകൾക്കും ശക്തി കൊടുത്താൽ അത് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ. അത് ഒരു ഉദാഹരണമായി ഒരു കാര്യം പറഞ്ഞാൽ, ഒരു കുളം, ആ കുളത്തിലേക്ക് ഒരു കല്ലെടുത്ത് ഇട്ടാൽ അതിൽ ഓളങ്ങൾ ഉണ്ടാകും. അത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് മാറും. അപ്പോൾ ഒരാൾ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ മനഃശാന്തിയെയാണ് ഒരു നിമിഷത്തേക്ക് അലോസരപ്പെടുത്തുന്നത്. അതുപോലെ ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളോടുള്ള ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് വിഷം കുടിച്ചയാൾ മരിക്കുമെന്ന് ചിന്തിക്കുന്നതിന് തുല്യമാണ്. നമ്മളെ അധിക്ഷേപിച്ച ആളിന്റെ വാക്കുകൾ അയാളുടെ പ്രശ്നങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നതായിട്ട് നോക്കിയാലും മതി. അയാൾക്കുള്ള പ്രശ്നങ്ങളാണ് ആ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് അയാളോട് സഹാനുഭൂതിയോടെ പെരുമാറാം. എല്ലാവരെയും അധ്യാപകരായിട്ട് കാണുക. സന്തോഷവും വെല്ലുവിളികളും ഒക്കെ നൽകുന്നവരുൾപ്പെടെ എല്ലാവരെയും നമ്മൾ അധ്യാപകരായിട്ട് കാണണം. പ്രതികൂല അവസരങ്ങൾ വളർച്ചയ്ക്കുള്ള അനുഭവങ്ങളാക്കി മാറ്റുക. അതുപോലെ തന്നെ അസൂയ അനുകരണമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ, ഒരാൾ വിജയിക്കുന്നതോ നമുക്ക് ഇഷ്ടമുള്ള ഗുണങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ അത് കണ്ട ഉടനെ നമുക്ക് അസൂയയാണ് തോന്നുന്നത്, അവർക്കുണ്ടല്ലോ എന്നുള്ളത്. അത് മാറ്റിയിട്ട് പ്രചോദിതരാവാനായിട്ട് തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നമ്മളോട് കടുപ്പമുള്ളവരാകുകയും മറ്റുള്ളവരോട് സഹാനുഭൂതി ഉള്ളവരാകുകയും ചെയ്യാനായിട്ട് ശ്രീബുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളോട് കടുപ്പമുള്ളവരായിരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വളർച്ചയിലും പുരോഗതിയിലും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതുപോലെ തന്നെ കൂടുതൽ അച്ചടക്കവും അഭിമാനവും വളർത്താനും ഇത് സാധിക്കുന്നു. അതുപോലെ മറ്റുള്ളവരോട് സഹാനുഭൂതിയായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, എല്ലാവരും അവരവരുടെ യാത്രയിലാണ് എന്നത്. നമ്മുടെ അനുവാദമില്ലാതെ ആർക്കും നമ്മളെ വേദനിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരു ശക്തമായ കാറ്റില് ഉറച്ചു നിൽക്കുന്ന മരം വളഞ്ഞേക്കാം, പക്ഷെ അത് ഒടിയുന്നില്ല. അതുപോലെ നമ്മുടെ ആന്തരിക ശക്തി നമുക്ക് വളർത്തുന്നതിലൂടെ ജീവിതത്തിന്റെ വെല്ലുവിളികളെ ആഴത്തിൽ നേരിടാൻ നമുക്ക് സാധിക്കും. ആറാമത്തേത് അംഗീകരിക്കാനുള്ള ശക്തി. അതാണ് എന്ന് പറഞ്ഞാൽ, ഒരു വഞ്ചിയിൽ ഇരുന്നിട്ട് നമ്മൾ തുഴയുമ്പോൾ നമ്മൾ ഒഴുക്കിനെതിരെ തുഴഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കുറച്ച് ബുദ്ധിമുട്ടും. എന്നാൽ ഒഴുക്കിന്റെ അതേ ലെവലിൽ പോയാൽ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും. അതുപോലെ പ്രതിരോധമോ വിധിന്യായങ്ങളോ ഒന്നുമില്ലാതെ കാര്യങ്ങളെ ഉള്ളതുപോലെ നമ്മൾ അംഗീകരിക്കുക എന്നതാണ്. പോയതൊക്കെ വിട്ടുകളയുക. അതുപോലെ ആളുകളെ, സാഹചര്യങ്ങളെയും ആളുകളെയും ഉള്ളതുപോലെ നമ്മൾ അംഗീകരിക്കണം. അതുപോലെ ഏഴാമത്തെ, പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുക. പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുന്നതിലൂടെ എല്ലാ ജീവജാലങ്ങളുമായിട്ടുള്ള ആ പരസ്പര ബന്ധം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയും നമ്മുടെ ചുറ്റുപാടുകളുടെ ആ സൗന്ദര്യവും അതുപോലെ സന്തുലിതാവസ്ഥയ്ക്കും ഒക്കെ നമ്മൾ വിലമതിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. എട്ടാമത്തേത്, ധാർമ്മിക ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ധാർമ്മിക ജീവിതം ബുദ്ധമതത്തിന്റെ കേന്ദ്രമാണ്. ധാർമ്മികത എന്ന് പറഞ്ഞാൽ സത്യസന്ധത, ബഹുമാനം, മറ്റു ജീവജാലങ്ങളോടുള്ള അനുകമ്പ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. നമ്മുടെ പ്രവൃത്തികൾ പല രൂപത്തിലും നമുക്ക് തന്നെ തിരിച്ചു വരും, നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അതായത് നമ്മുടെ വാക്കുകളിൽ സത്യസന്ധതയും പ്രവൃത്തികളിൽ ദയയും മറ്റുള്ളവരോട് നമ്മൾ ഇടപാടുകളിൽ നീതിയും പാലിക്കണം എന്നത് സാരം. അതുപോലെ ഒമ്പതാമത്തേത് നന്ദി പരിശീലിപ്പിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ അനുഗ്രഹങ്ങളെ വിലമതിക്കാനും തിരിച്ചറിയാനും നന്ദിയിലൂടെ നമുക്ക് സാധിക്കും. ജീവിതം ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ പോലും സമാധാനവും സംതൃപ്തിയും നിലനിൽക്കാനായിട്ട് നന്ദി പറയണം. അപ്പോൾ ബന്ധത്തിൽ മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ പത്താമത്തേത്, പ്രക്രിയകളിൽ വിശ്വസിക്കുക. ഇവിടെയും ഒഴുക്കിനെതിരെ പോകുന്നതിൽ ബുദ്ധിമുട്ടാണ് ലക്ഷ്യത്തിലെത്താൻ. അതേപോലെ നമ്മൾ ഒഴുക്കിനെ അനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലക്ഷ്യത്തിലെത്താം. അതേപോലെ തന്നെ നമ്മൾ ചെറുത്തുനിൽപ്പൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ സമാധാനവും സന്തോഷവും നിലനിർത്താനായിട്ട് സാധിക്കുന്നു. ഇത് ജീവിതത്തിന്റെ വിവിധ മേഖലകൾ, ഉദാഹരണമായിട്ട് ബന്ധങ്ങൾ, കരിയർ, വ്യക്തിപരമായ കാര്യങ്ങൾ എന്നിവയിലൊക്കെ വിട്ടുകളയേണ്ടവ അങ്ങ് വിട്ടുകളയുക. അതുപോലെ സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ അംഗീകരിക്കാനും ബന്ധങ്ങൾ സ്വാഭാവികമായി വികസിപ്പിച്ചെടുക്കാനും സാധിക്കും. മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം അവന്റെ വക്രിച്ചിരിക്കുന്ന മനസ്സാണ്. അതിനെ നേരെയാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന്
അവബോധത്തിലൂടെ മാത്രമേ ലളിതമായ ഒരു മനസ്സ് സാധ്യമാവുകയുള്ളൂ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.